തല തല്ലി, നാവ് മടങ്ങി, മുട്ടുമടക്കി, തലകുട്ടി തുടങ്ങിയിട്ടുള്ള പദങ്ങളെല്ലാം മന്ത്രങ്ങളാണ്. ഇതെല്ലാം നമ്മൾ ഉപയോഗിച്ച് വളരെ സിമ്പിളാണ്. ഒന്നെങ്കിൽ അവർക്ക് കൂടിയ അളവിൽ സെക്ഷൽ ഊർജ്ജം കൂട്ടും അവരുടെ ബോഡിയിൽ. ചെറിയ ലൈറ്റ് പോയിസണിങ് ആയിട്ടുള്ള വസ്തുക്കൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. നീ അതിന് പോകണ്ട, പ്രശ്നങ്ങളാണ്, നിന്നെ ചതിക്കും, ഇവൻ വലിയ പ്രശ്നങ്ങളുള്ള ഒരുത്തനാണ് എന്ന് ഈ ചെവിട്ടിക്കൂടെ പറയാൻ തുടങ്ങും. ഞാൻ കൂടിയ അളവിൽ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ കൂടിയ അളവിൽ അത് തന്നുകൊണ്ടിരിക്കുക, ഉറപ്പായിട്ടും സ്വീകരിക്കും. പല ഓഫീസുകളിൽ ഈ പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നാണയങ്ങളോ മറ്റെന്തെങ്കിലും ഭസ്മങ്ങളോ ഈ പറഞ്ഞ ചരടുകളോ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾ ചിന്തിച്ചോ, നിങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചതിയനായ ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്. ഈ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ നമ്മൾ ഭക്തനായതുകൊണ്ടോ നമ്മൾ പ്രാർത്ഥിച്ചത് കൊണ്ടോ വന്നതല്ല. ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്ന എല്ലാ മനുഷ്യർക്കും യൂണിവേഴ്സ് സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ബോഡിയിൽ. നമുക്കൊരു തളർച്ചയായിരിക്കും, നമുക്ക് ഒരു സുഖം ഉണ്ടാവില്ല, ഒരു ഭയങ്കര നെഗറ്റിവിറ്റിയും തളർന്ന് കിടക്കുക തുടങ്ങിയിട്ടുള്ള കാര്യം വേറെ ഒന്നുകൊണ്ടല്ല, ബോഡിയിലെ കംപ്ലീറ്റ് പ്രാണോർജ്ജം ഇറങ്ങിപ്പോയി. പലപ്പോഴും സ്പിരിച്വൽ ഹീലേഴ്സിനും ഈ പറയുന്ന സ്പിരിച്വലായിട്ട് പ്രോസസ്സിൽ ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും അവസാനം ഭയങ്കര ദുരന്തങ്ങൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ. വേറെ ഒന്നുകൊണ്ടില്ല, ഈ എനർജീനെ നമ്മൾ വെൽക്കം ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ, ഒറ്റപ്പെടൽ അനുഭവിച്ച് വന്നപ്പോൾ, തകർന്ന് തരിപ്പടമായപ്പോൾ, കൂടെ നിന്ന ആളുകളെല്ലാം ചതിച്ച് വഞ്ചിച്ച് പറ്റിച്ച് പോയപ്പോൾ പ്രണയഭക്തിയാണ് യഥാർത്ഥ ഭക്തി. പ്രണയത്തിലൊന്നുമില്ല, ഒന്നും ആഗ്രഹിക്കുന്നില്ല, അത് വേദനിപ്പിച്ചാലും പ്രശ്നമില്ല, ഇനിയിപ്പോൾ സ്നേഹിച്ചാലും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കില്ല, അത് പ്രതീക്ഷിക്കരുത്. ഇക്ലിപ്പെടുത്തുന്ന കാര്യങ്ങൾ വേറെ. യൂണിവേഴ്സ് നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ വേദനിച്ചിരിക്കും, നിങ്ങൾ കരയും, നിങ്ങൾ നിന്ന് കരയും, നിങ്ങൾ വർഷങ്ങളോളം കരയും. ആ കരച്ചിൽ കാണാനോ കണ്ണീര് കാണാനോ ഒരു മനുഷ്യനും നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. ആ കണ്ണുനീര് ഒപ്പാൻ പോലും നിങ്ങളുടെ അടുത്ത് ആരും വരില്ല. കാരണം ഇവിടെ സ്നേഹം കൊടുത്തതിൻ്റെ പേരിൽ വേദനിച്ച ആളുകളേ ഉള്ളൂ. സഹായിച്ചതിൻ്റെ പേരിൽ നശിച്ചു പോയ ആളുകളെ നമുക്ക് ചുറ്റുള്ളൂ. സഹായിച്ചതിൻ്റെ പേരിൽ നോബൽ പ്രൈസ് കൊടുത്തതോ സഹായിച്ചതിൻ്റെ പേരിൽ ജീവിതം രക്ഷപ്പെട്ട ഒരാളുടെ പേര് പറയാമോ? കാണൂല. എന്നെ പറ്റിച്ചോളൂ, എന്നെ ചതിച്ചോളൂ, നമ്മുടെ കഴിവുകേടിൻ്റെയാണ്. ഒരാളും കയ്യിൽ കൊണ്ടുണ്ടാവും.